പോണ്? എവിടേക്കാ? തെണ്ടങ്കാവിലേക്ക്. അപ്പൊ ഞങ്ങള് തെണ്ടങ്കാവിടെ ഉത്സവത്തിന് വന്നതാണ്. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ എന്താ നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം നാടായ പാലക്കാട്ടിൽ വന്നിട്ട് ഉത്സവമാണ്. ഉത്സവമല്ല, വേലയാണ്. അപ്പോൾ അവിടെ വന്ന് പറഞ്ഞ് ഉത്സവം എന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ ഞങ്ങൾ വേല എന്നാണ് പറയുക. അപ്പോൾ വേലയാണ് കേട്ടോ. അപ്പോൾ പാലക്കാട്ടിൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്കേ പൊറ്റ. അപ്പോൾ ആ സ്ഥലത്തുള്ള തെണ്ടങ്ങാവ് അമ്പലത്തിലുള്ള ഒരു വേലയാണ് കേട്ടോ. ഈ എല്ലാ കൊല്ലവും നല്ല അടിപൊളി പരിപാടിയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ കൊല്ലത്തിലെ പരിപാടിയാണ് ഞാൻ ഇതിൽ കാണിക്കാൻ പോണത്. അപ്പോൾ ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം വരുന്നത് ആനയാണ് കേട്ടോ വരിക. ആദ്യം ആനയും പിന്നെ ചെണ്ടയും കൂടിയിട്ട് വരിക. അപ്പോൾ ആന ഇപ്രാവശ്യം വന്നിട്ട് ഇവർ 3 ആനയാണ് റെഡിയാക്കിയേക്കുന്നത്. അപ്പോൾ 3 ആന ഇപ്പോൾ ഇവിടെ കാണുന്ന 2 കേട്ടോ. ഞാൻ പിന്നെ കാണിച്ചത് 3 ആന. അപ്പോൾ 3 ആനയാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ 3 ആന പിന്നെ ചെണ്ട ഇങ്ങനെ ഞങ്ങളിത് കുറേ നേരം ഇങ്ങനെ നോക്കി കൊടുത്തിരുന്നു കേട്ടോ. ഇതിലിപ്പോൾ കാണാൻ പറ്റും നിങ്ങൾക്ക് 3 ആനേനെ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ 3 ആനേനും കാണാനും. പക്ഷേ ഒരു പേടിയുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഇതിലൊക്കെ ഉത്സവത്തിലൊക്കെ വന്നിട്ട് വേലയിൽ ആനയ്ക്കൊക്കെ ഒരു ഇതാവുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അടുത്ത് പോകാൻ ഒരു പേടിയാണ്. എന്നാലും ഞങ്ങൾ കുറച്ച് ദൂരം നിന്നൊക്കെ കണ്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് നിന്നപ്പോൾ അച്ഛനെയും ഏട്ടനെയും ഇങ്ങനെ ഓരോ അറിഞ്ഞ ആൾക്കാർ ഇങ്ങനെ പിടിച്ച് വെച്ച് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ കുറച്ച് നേരം കൂടി ഇങ്ങനെ നോക്കി കണ്ട് ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഞങ്ങൾ വീണ്ടും അവിടേക്ക് പൂരപ്പറമ്പിലേക്ക് നടന്നു കേട്ടോ. അപ്പോൾ ഈ പൂരപ്പറമ്പിലേക്ക് എൻട്രി ആവുന്ന ബോർഡാണിത്. ഇങ്ങനെ ലൈറ്റൊക്കെ വെച്ച് ചെയ്ത് പിന്നെ അവിടെ വന്നിട്ട് പൊരി, അവിൽ, ഹൽവ അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഐസ്ക്രീം ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞാൽ ആദ്യം നമുക്കൊരു ഐസ്ക്രീം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവർക്കും ഓരോ ബാർ ഐസ്ക്രീം വാങ്ങി തന്ന് അപ്പോൾ ഇതിങ്ങനെ പൊളിച്ച് എല്ലാവരും കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ റിതുട്ടൻ അത് കണ്ടിട്ട് ഓന് വേണം. അത് എന്താ പറയുക, ആദ്യം കൊടുത്തപ്പോൾ തന്നെ ഓനിങ്ങനെ മുഴുവൻ ഇങ്ങനെ കടിച്ചെടുക്കുക ചെയ്യുന്നത്. ആദ്യം ഇങ്ങനെ നോക്കണമൊന്നുമില്ല, എന്താ സാധനം എന്ന് നോക്കണം. അപ്പം തന്നെ ഓനത് കടിച്ച് വായിലേൻ്റെ ഉള്ളിൽ. പേടിയാണ് ഐസ്ക്രീമൊക്കെ കൊടുക്കാൻ. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കൊടുക്കല്ലാതെ. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയിട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ശരിയാവില്ല. ഞങ്ങളുടെ പരിപാടി ഇനി വന്നിട്ടില്ല, ആന മാത്രമേ വന്നിട്ടുള്ളൂ. ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് മടങ്ങി ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും DJ എത്തി. ഇത് ആദ്യത്തെ DJ ആണ് കേട്ടോ. ഇത് പുലരി നഗർ എന്ന് പറയും, അവിടുത്തെ ഒരു DJ ആണ്. അപ്പോൾ ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ നടന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. DJ ഇനി വരുന്നുള്ളൂ. എന്താ വെച്ചാൽ പതുക്കെ വരുള്ളൂ DJ ഒക്കെ. എന്ന് വെച്ചാൽ ഓരോ ആൾക്കാരിങ്ങനെ പോകുന്ന അനുസരിച്ചിട്ട് ഇങ്ങനെ വരുള്ളൂ. അപ്പോൾ ഏകദേശം എത്തിന്. അപ്പോൾ ഞങ്ങളുടെ അടുത്തെത്തിയപ്പോൾ നല്ല കളറും ആ പുകയൊക്കെ ഇട്ട് ഇവരിങ്ങനെ നല്ല എൻജോയ് ചെയ്ത് ഇങ്ങനെ കളിക്കുമായിരുന്നു കേട്ടോ. നല്ല രസമാണ്. അതിൽ കൂടി കളിക്കാനൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയായിരുന്നു ഞങ്ങളൊക്കെ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ അതിൻ്റെ ആ വട്ടവട്ടത്തിലുള്ള കളറൊക്കെ എന്തൊരു രസമാണ് കാണാൻ. നല്ല രസമാണ്. അതാവും നോക്കിയില്ലേ, നല്ല പേപ്പറൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്കുമ്പോൾ നല്ല രസം. അവനാൻ്റെ ദേശത്തുള്ള ആ ഫ്ലാഗൊക്കെ അവരിങ്ങനെ പിടിച്ച് ഇങ്ങനെ പൊക്കി ഇങ്ങനെ ആക്കുക ചെയ്യുക. അപ്പോൾ അറിയാം ഏതാ ദേശം എന്നുള്ളത്. അതുകൊണ്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇവരെന്താ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ ഒരു മേക്കപ്പൊക്കെ ഇട്ടിട്ട് ഇത് പോക്ക എത്ര പാടാണല്ലേ. ആ ചേട്ടനാണെങ്കിലും ആ മൊത്തം എക്സ്പ്രഷനോടും കൂടിയിട്ട് ആ പാട്ടിന് ഇങ്ങനെ ഡാൻസ് കളിക്കുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഇടയ്ക്കിടയ്ക്ക് ഒരു ചെയറൊക്കെ ഇട്ട് ഇരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇത് കാണുമ്പോൾ തന്നെ അത് അറിയേണ്ടത് നമുക്ക് എത്ര വെയിറ്റ് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അവർ തിരിച്ച് മറിച്ചൊക്കെ കളിച്ച് ഓരോ വേഷം ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതിൽ ലൈറ്റൊക്കെ കത്തി നല്ല എൻജോയ് ചെയ്തു കണ്ടിട്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഞങ്ങളുടെ ദേശത്തിൻ്റെ വന്ന്. അപ്പോൾ അത് വന്നപ്പോൾ ഞാനിങ്ങനെ എക്സൈറ്റ്മെൻറ്റ്, എന്താ വെച്ചാൽ നമുക്ക് അറിഞ്ഞ ആൾക്കാരൊക്കെ അതിലുണ്ടാവും. അപ്പോൾ ഞാൻ അപ്പൂസിനെയാണ് തെരഞ്ഞു നിന്ന് കേട്ടോ. അച്ഛനും റിതുട്ടനും ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ നോക്കുകയാണ് അപ്പൂസ് എവിടെയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ലാസ്റ്റ് ഫൈനലി ഓനെ കണ്ടുപിടിച്ച് ഓണം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കളിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ കണ്ടുപിടിച്ച് ഓണം ഞാൻ നോക്കായിരുന്നതാ കണ്ടില്ലേ കളിക്കണേ.
ഓണ് ഇവിടെ ഇങ്ങനെ നടക്കുക, അതാണ് ഇഷ്ടം. എന്താ വെച്ചാൽ ചെക്കന്മാരല്ലേ, അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ നല്ല രസം, ഇത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇവരുടെ ടീമത്തെയും. അപ്പം നല്ല വട്ടത്തിലൊക്കെ വെച്ചിട്ട്, അപ്പോൾ ഇവരിങ്ങനെ ഒരു കോസ്റ്റ്യൂമാണ് ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുറച്ച് ആൾക്കാർ വന്നിട്ട് കോസ്റ്റ്യൂമും അങ്ങനെ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അപ്പൂസിനെയൊക്കെ കണ്ടുപിടിക്കുക. ഇവരെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഗേൾസ് ടീമിന് വന്നിട്ട് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു റെഡി ആയിരിക്കുന്നു. ഫസ്റ്റ് നമ്മൾ വന്ന് കണ്ടത് ആ മറ്റേ ദൈവത്തിൻ്റെ ആ മറ്റേ മേക്കപ്പൊക്കെ ഇട്ടിട്ട് അത് കണ്ട് അവർ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ വന്നിട്ട് ഗേൾസ് ടീമിനെ വന്നിട്ട് ഡാൻസ് കളിക്കാൻ വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കളിച്ചായിരുന്നു. പിന്നെ ഇതിൻ്റെ വീഡിയോ ഇവർ കളിക്കുന്ന വീഡിയോ ഞാൻ വേറെ ഒന്നിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഉണ്ട് ഋതുട്ടനും അമ്മച്ചനും കൂടിയിട്ട് ഡാൻസ് ഇങ്ങനെ കളിക്കാൻ. ഋതുട്ടനും ആ വൈബും കൊണ്ട് ഇങ്ങനെ കളിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ കളിക്കുകയായിരുന്നു അമ്മച്ചനും ഋതുട്ടനും കൂടിയിട്ട്. അപ്പോൾ അത് അവരിങ്ങനെ എൻജോയ് ചെയ്ത് കളിച്ചു. പിന്നെ ആദ്യം പറഞ്ഞില്ലേ ഞാൻ, ആദ്യത്തെ ഒരു ടീം പോയിട്ടുണ്ടായിരുന്നു. അവരുടെ വന്നിട്ട് വണ്ടി കംപ്ലൈൻ്റ് ആയി, ആ ഓഡിയോ ഒന്നും കിട്ടില്ല. അപ്പോൾ ഓരോ അവിടെ പകുതിയിൽ വെച്ച് നിർത്തി സൈഡാക്കി ഓരോ. പിന്നെ ഇവർ രണ്ടാമത്തെ ടീമിൽ, ഞങ്ങളുടെ ടീമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ ആ ഫയർ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല രസം ഉണ്ടായിരുന്നേ. പിന്നെ അപ്പൂസ് ഇങ്ങനെ കളിക്കണേ നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി നടക്കാൻ തുടങ്ങി. എന്താ വെച്ച് കഴിഞ്ഞാൽ സൈഡായി കഴിഞ്ഞാൽ പിന്നെ ഈ വണ്ടിയൊക്കെ വരുന്നതുകൊണ്ട് നമുക്കൊന്നും കഴിയൂല. ഇവരുടെ ഒപ്പം നമ്മൾ പോയാലേ പോകാൻ കഴിയുമല്ലോ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഓരുടെ കൂട്ടത്തിൽ കൂടി. കുറച്ച് കഴിയുമ്പോഴേക്ക് ഋതുട്ടന് ഉറക്കം വരാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അവൻ ഇങ്ങനെ തൂങ്ങുമായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഓന് ഉറക്കം വന്നതെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഓനെ തോളത്തിട്ട് കിടത്തി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. അപ്പോൾ നല്ല എൻജോയ്മെൻറ്റ്. ആ കളറൊക്കെ ഇങ്ങനെ ആക്കുമ്പോൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഒരു തൊട്ട് അച്ഛൻ്റെ മേത്ത് ഇങ്ങനെ ഉറങ്ങുമായിരുന്നു. പിന്നെ ഫ്രണ്ടിലൊക്കെ നോക്കുമ്പോൾ ഈ പുകയൊക്കെ ഈ സ്മോക്കൊക്കെ ഇട്ടിട്ട് നല്ല രസമാണ് കേട്ടോ. ആ ഫ്ലാറ്റൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ആ മറ്റേ സ്മോക്കൊക്കെ ഉണ്ടല്ലോ, നല്ല കളർഫുള്ളായിട്ടുള്ള സ്മോക്കൊക്കെ ഇട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പൂസും പിന്നെ ഞാനും ഉള്ളിലേക്ക് ഇറങ്ങി കളിക്കാൻ വേണ്ടിയിട്ട്. ഞാനും അപ്പൂസും ഉള്ളതുകൊണ്ട് ഞാൻ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഡാൻസ് കളിക്കുമായിരുന്നു. അപ്പോൾ എനിക്കറിഞ്ഞ സ്റ്റെപ്സൊക്കെ ഇങ്ങനെ ഇട്ട് ഞാൻ കളിക്കുമായിരുന്നു കേട്ടോ. നല്ല എൻജോയ് ചെയ്തു ഞാൻ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പൂരപ്പറമ്പിലേക്ക് എത്തിയിട്ടു. അപ്പോൾ അവിടെ ഉള്ളിലേക്ക് എൻട്രി ആകുമ്പോൾ എന്തൊരു നല്ല രസമായിരുന്നു. ഉള്ളിലെല്ലാവരും ആർപ്പോലെയൊക്കെ കൂട്ടിയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ അവിടെ അവസാനിച്ച്. എന്താ വെച്ചാൽ നമുക്കിനി കഴിയൂല. അപ്പോൾ ആകെ ക്ഷീണമായി. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഏട്ടനോട് പറഞ്ഞു ഞാൻ കോളിഫ്ലവർ വാങ്ങിത്തരാൻ പറഞ്ഞു. അപ്പോൾ ഏട്ടൻ എനിക്കൊരു കോളിഫ്ലവർ വാങ്ങി തന്നു കേട്ടോ. പാല് പൊടിയൊക്കെ ഒന്ന് പാറണ്ട വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പേപ്പറൊക്കെ ഇട്ടൊന്ന് സേഫ്റ്റി ആക്കി വയ്ക്കുമായിരുന്നു. പിന്നെ സോസ് ഒഴിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് മതിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നല്ല പുളിപ്പുണ്ടായിരുന്നു കേട്ടോ. സോസ് ഒഴിക്കേണ്ടിയില്ലായിരുന്നു എന്ന് പിന്നെ തോന്നി. അതിനെ വാങ്ങിയതുകൊണ്ട് ഇങ്ങനെ കഴിച്ച് തീർത്ത്. പിന്നെ അത് കഴിഞ്ഞ ശേഷം അടുത്ത് നിലക്കടയിലെ ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങി തിന്ന് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ദിവസത്തെ ഞങ്ങളുടെ വേലയുടെ വീഡിയോ. അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.